നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ പുറകിൽ ഒരു ടെക്നോ പാർക്കിൽ ഒരു സാറിൻ്റെ വീട്ടിൽ പണിയടക്കുന്ന സ്ഥലത്ത് പുറകിൽ 2 വേസ്റ്റ് വെള്ളത്തിന് കുഴിയെടുത്തിരുന്നതിനകത്ത് അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞ് വിളിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് വന്നു. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താണ് പേര്? കൃഷ്ണരാജ്. നമസ്കാരം. എന്താണ് ഇത്? എവിടെയാണ് സാറേ കണ്ടെന്ന് പറഞ്ഞാൽ? രണ്ടാമത്തേലോ? ഓഹോ, ഇതിലും അല്ല അല്ലേ? ഇതിങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇനി വരേണ്ടി വരും. ഇങ്ങനെ കിടക്കുമ്പോഴേ അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നറിയാം, ഇത് പറമ്പാണ്, ഹൈറ്റ് കുറഞ്ഞ മതിലാണ്. അപ്പോൾ ഇതിലേക്ക് കൂടെ കയറി വെള്ളം കുടിക്കാനോ തീറ്റിയിടാനോ വരുമ്പോഴത്തേക്ക് അങ്ങ് പെട്ടു പോയാൽ പിന്നെ തിരിച്ച് കയറാൻ ഒരു കാരണവശാൽ തൊടിയുണ്ടെങ്കിൽ റിങ് ഉണ്ട് ചുമ്മാ കയറി പോരും. ഇപ്പോൾ കിണറിൻ്റെ ഇതായിരുന്നെങ്കിൽ ഈസി ആയിട്ട് കയറി പോരും. ഒരു പ്രശ്നമില്ല. ഇതിലാണ്. ഇങ്ങനെ കിടക്കും. അയ്യോ, നല്ല ഉറപ്പുള്ള മണ്ണാണല്ലോ. അടിപൊളി മൂർക്കൻ. ഇങ്ങനെയുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ്. എനിക്ക് അപൂർവമല്ല, നമ്മുടെ യാത്രകളിൽ അപൂർവം. നല്ല അടിപൊളി 2 മൂർക്കന്മാർ. ഇപ്പം 2 വഴിക്കായി. കാരണം ഈ വീഴ്ചയിൽ എത്ര മാറ്റിങ് നടന്നുകൊണ്ടിരുന്നാലും ആ മാറ്റ് ആയില്ല എങ്കിൽ വീഴുന്ന സമയത്ത് പിന്നെ 2 വഴിക്കങ്ങ് പോകും. പിന്നെ ഇണചേരണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഫീമെയിൽ പുതിയ അതിഥിയായിരിക്കും ചിലപ്പോൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോൾ ഇണചേരുന്നതിന് മുന്നേ, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, ഇണചേരുന്നതിന് മുന്നേ നമ്മൾ ഒരു സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഒരു അതിഥിയെ കിട്ടി. മൂർഖൻ്റെ ആണതിഥിയായിരുന്നു പിടിവിടുക. എനിക്ക് തോന്നുന്നു ഒരു 12-13 വർഷമായി കാണുന്നുണ്ട്. എനിക്ക് കല്ലമ്പലം വെട്ടിമൺകോണം ആ ഭാഗത്ത് എവിടെയാണ്. അത് കഴിഞ്ഞ് ഈ ഫീമെയിൽ നേരെ മതിലിനകത്തും കയറി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വിളിക്കുന്നു, വീണ്ടും അവിടെ ഇണചേരുന്നു. ഇണചേർന്നിരുന്നത് ആ ആണിൻ്റെ തന്നെയാണ് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയത്. അത് മാറ്റിങ് ആയില്ല. അത് ചുറ്റിയിട്ടേ ഉള്ളൂ. ചുറ്റി തുടങ്ങി. ഇപ്പോൾ ഒരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ഓടി വന്നുടനെ ഡോഗിനെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെ പോലെ ഒരിക്കലും ഇണചേരില്ല. കുറേ സമയം ചിലപ്പോൾ 3-4 ദിവസം എടുത്ത് പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ മാത്രമേ ഒരു സ്ഥലം കണ്ടെത്തി. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞ പാമ്പുകൾ. എൻ്റെ യാത്രക്കിടയിൽ എനിക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, ഒരു ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഒരു സാറന്മാർ പറഞ്ഞാൽ കേട്ടിട്ടൊന്നുമില്ല. എൻ്റെ അനുഭവങ്ങളിൽ കൂടിയുള്ള പാഠങ്ങളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ എന്തായാലും അവർ 2 വഴിക്ക് പിരിഞ്ഞു. പിന്നെ എൻ്റെ ഒരു വിശേഷം കൂടി നമ്മൾ പ്രേക്ഷകരോട് പങ്കുവെക്കാം. ഈ ഇണചേരുന്ന സമയത്ത് ഈ എപ്പോഴും കിട്ടുന്നത് ആൺപാമ്പ് എപ്പോഴും ദേഹത്ത് അഴുക്കായിരിക്കും. പടം പൊഴിക്കാറാവുന്ന സമയം. ഫീമെയിൽ എപ്പോഴും പടം പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഈ ഇണചേർന്നതിന് ശേഷമാണ് സാധാരണഗതിയിൽ എൻ്റെ ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ആൺപാമ്പുകൾ പടം പൊഴിച്ച് ശരീരം ശുദ്ധിയാക്കുന്നു. നോക്കൂ. അപ്പോൾ നമുക്ക് 2 പേർക്കും 2 വഴിക്കായി. അപ്പം നമുക്ക് എന്തായാലും കാണാം. നമുക്ക് ഒന്നുകിൽ ഇദ്ദേഹത്തിനെ ഇറങ്ങിയെടുക്കുക, പടം കയറ് കുരുക്കിട്ട് നമുക്ക് പതുക്കെ എടുക്കാൻ നോക്കി. ഇവിടെയൊക്കെ എന്താ പറയുക, മണ്ണുറപ്പുണ്ടെങ്കിൽ ഇവിടെയൊക്കെ എല്ലാം ഇനി പൊളിച്ച് കെട്ടേണ്ട സാധനങ്ങളാണ്. അപ്പോൾ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കി നിന്നില്ലെങ്കിൽ എല്ലാവരും നോക്കിയിരിക്കണം. അപ്പോൾ ഞാൻ കയറെടുത്തിട്ട് വരട്ടെ. നമ്മൾ പതുക്കെ കയറിട്ട് കുരുക്കിട്ട്, അല്ലാതെ ഒരു പരിപാടിയും വിജയിക്കത്തില്ല. കാരണം അല്ലാതെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ഇറങ്ങിയെടുക്കുന്നതിനേക്കാൾ എളുപ്പം ഇതല്ലേ. നമ്മളെന്തായാലും പതുക്കെ കുരുക്ക് കാര്യത്തിൽ വീണിട്ടുണ്ട്. കയറി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്ന് ചിലപ്പം നമ്മൾ പതുക്കായിട്ട കുരുക്കിൽ അച്ഛൻ പതുക്കെ ഒന്ന് കഴുത്ത് പൊക്കി നിന്നുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റി. എന്ന് പറഞ്ഞ് കയറി വരണമെന്ന് നിർബന്ധമൊന്നുമില്ല.
കുരുക്കിലേക്ക് കയറിയിട്ടുണ്ട് ചെറുതായിട്ട്. കുറച്ചുകൂടി സെൻറ്ററിലോട്ട് വന്നിട്ടുണ്ട്. കുരുക്കിൽ കയറി തിരിച്ചു പോകുമെന്ന് അറിഞ്ഞൂടാ. പതുക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ തിരിച്ച് താഴേക്ക് പോകുമോ എന്നുള്ളതാണ്. ഫീമെയിൽ പെണ്ണതിഥിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കുഴിയിൽ സെപ്റ്റി ടാങ്കിൻ്റെ കുഴിക്കകത്ത് വീണ മൂർഖൻ അതിഥി ഒരു പ്രത്യേകത എന്നറിയാം. നല്ല ആരോഗ്യമുള്ള ഫീമെയിൽ അതിഥി. പക്ഷേ ദേഹത്ത് മുറിവുണ്ട്. എനിക്കൊണ്ട് ഇനി അദ്ദേഹം കടിച്ചതാണോ അതേ ഇദ്ദേഹത്തിൻ്റെ ഈ മേളിൽ നിന്നുള്ള വീഴ്ചയിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിയതാവാം. എനിക്ക് തോന്നുന്നത് വായിൽ കൂടി ബ്ലഡ് വരുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ വായിൽ കൂടി ബ്ലഡ് വരുന്നുണ്ട് കണ്ടോ. ആ ചാക്കിങ്ങേര് എന്തായാലും നമുക്ക് ചാക്കിലാക്കിയിട്ട് നമ്മൾ രണ്ട് അരയും പിടിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ആ വള്ളിയും കൂടി തരാം. ചെറിയ വള്ളി. അപ്പോൾ നമ്മളൊന്നിനെ എന്തായാലും സേഫായിട്ട് കയറ്റി. പക്ഷേ മറ്റേൻ്റെ കാര്യം കുറച്ച് താമസിക്കും. കാരണം തല ഇങ്ങനെ തറയിൽ പതിച്ച് വെച്ച് കിടക്കണം. അപ്പോൾ ഇത് പത്തി ഇങ്ങനെ പൊക്കി നിന്നുകൊണ്ട് ആ വീഴ്ചയിൽ പറ്റിയ ക്ഷതം അപ്പോൾ എന്തായാലും നമ്മളതിനെ സേഫാക്കി. ഇനി അടുത്ത ആളിൻ്റെ കാര്യമുണ്ട്. കഷ്ടമാകുന്നത് അടുത്ത ആളങ്ങനെ എഴഞ്ഞ് പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ കുരുക്കിൽ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം എങ്കിൽ നമുക്ക് അധികം സമയം പോവില്ല. രണ്ട് പേര് എന്തായാലും രണ്ടുപേരും ഒരാളിനെ കയറ്റിയപ്പോൾ മറ്റേ ആൾ ഭയങ്കര കറക്കാനകത്ത് നോക്കി കറങ്ങി നടക്കുന്നു. ഒരുമിച്ച് അവർ കമ്പനി അടിച്ച് കിടന്നതാണ്. കുരുക്ക് കഴുത്തിൽ വീണിട്ടുണ്ട്. പൊക്കി പക്ഷെ തിരിച്ചു പോകും. തിരിച്ചു പോയി.
നമ്മൾ കുരിക്കുന്നതേയും തിരിച്ചു പോയി. മറ്റത് 10 ഇവിടത്ത് നിന്നുകൊണ്ട് നമുക്ക് എടുക്കാതെ പോയിണ്ടായി. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. കുരുക്കിൽ വീണ്ടും കയറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഞാൻ പതുക്കെ പൊക്കി എടുക്കാൻ നോക്കുകയാണ്. ഇനി വരുമ്പോൾ പോകുമെന്നറിയില്ല. നല്ല കട്ടിയുണ്ട്. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ ഉള്ള അതിഥി. അത് നമ്മളിപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ആ കുരുക്കിൽ നിന്ന് പോയാൽ നമുക്കൊന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പതുക്കെ അതോടുകൂടി തന്നെ എടുത്താണ്ട. ഓ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് 1-2 മുറിവുകൾ കാണുന്നുണ്ട്. ഇനി ഇവിടുന്ന് മേളിൽ നിന്ന് വീണതാണോ അതേ ഇവർ തമ്മിൽ വല്ല ഫൈറ്റിംഗ് ഉണ്ടായാണെന്നല്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വാ ഉണ്ടല്ലോ, ഈ സൈഡിൻ്റെ വാ ഉണ്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ കടി കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ. ഈ സൈഡിലെ വാ ഇങ്ങനെ തുറന്നിരിക്കുന്നുണ്ട്. ആ സൈഡിൽ കണ്ടോ തുറന്നിരിക്കുന്നു. പക്ഷേ ഈ 2-3 ബ്ലഡ് വരുന്ന പാടില്ല. ഇതൊന്ന് ഇതാ ഇവിടെ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ 2-3 സ്ഥലം പത്തിയിൽ പാടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാമ്പുകൾ ഇണചേരുന്ന സമയത്ത് ഒരിക്കലും സൗമ്യമായിട്ടല്ല ഇണചേരുന്നത്. നല്ല മൃഗീയമായിട്ട് കടി കൂടി ശരീരത്തിൽ മുറിവുണ്ടാക്കിയൊക്കെയാണ്. നമ്മളെന്തായാലും ഇദ്ദേഹത്തിനെ കൂടെ ചാക്കിലാക്കുകയാണ്. നമുക്ക് ഓരോ ചാക്കൂടും തരാമോ? ചാക്കിലാക്കി നമുക്ക് അവർക്കിതിനെ ഒന്ന് കാണണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് അതിനെ കാണിക്കാം. നമ്മൾ പരിചയപ്പെടുത്തും. രണ്ടിനും ഒരുമിച്ച് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളിത് എന്തായാലും റൂമിനകത്തോട്ട് വീട്ടിനകത്തോട്ട് ഇതെല്ലാം ഒടിഞ്ഞു പോയി കുഴിക്കകത്ത് പോയി. രണ്ടുപേർക്കും ഏതൊരു കുഴപ്പമില്ല. കണ്ടോ, രണ്ടുപേർക്കും ഏതൊരു കുഴപ്പമില്ല. പക്ഷേ ആ ഒരാളിൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖിൽ കൂടി കുറച്ച് ബ്ലഡ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അത് വീഴ്ചയിലാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വീഴ്ചയിൽ അല്ല, വരാൻ സാധ്യതയില്ല. പക്ഷേ നല്ല അഗ്രസീവാണ്. നോക്കിയുള്ളൂ, നല്ല അഗ്രസീവാണ്. അത് ആ കൂട്ടുകാർ കൂടി പോകാനുള്ള ശ്രമത്തിലാണ്. ഇണചേർന്ന് പറഞ്ഞാൽ അതിഥികൾ ഇതുപോലെ കപാടം ഇതുപോലെ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അടപ്പൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അതിനകത്ത് വീഴും. അപ്പോൾ അതിനകത്ത് കിടക്കും. ഇപ്പോൾ ഇണചേർന്ന് വന്ന സമയത്ത് എനിക്കൊന്നും നിങ്ങൾ മേളിൽ നിന്നോ അടുത്ത പറമ്പിൽ നിന്നോ ഈ തൊട്ടടുത്തൊന്നും ആയിരിക്കാം ഈ മാറ്റായി വന്ന് ഇങ്ങനെ മറിഞ്ഞ് വന്ന് ഇതിനകത്ത് പെട്ടുപോയതാണ്. ചാക്കിങ് തരാമോ? ചാക്ക് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. രണ്ടുപേരെയും നമ്മൾ ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ്.
രണ്ടുപേരെയും നമ്മൾ ചാക്കിലാക്കാനുള്ള ശ്രമത്തിലാണ്. ആ വള്ളിയും എടുക്കാമോ? ആ വള്ളിയും കൂടെ. മറ്റേ ചാക്കുടിയും തരാമോ? കട്ടി കുറവാണ് ചാക്കിൽ. കരവ് അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഇവിടുത്തെ കാര്യവട്ടത്ത് നമ്മുടെ പ്രിയപ്പെട്ട സാറിൻ്റെ പുതിയ പണി നടക്കുന്ന സ്ഥലത്ത് സേഫ്റ്റി ടാങ്കിന് അല്ലെ വേസ്റ്റ് കുഴിക്ക് വേണ്ടി എടുത്ത കുഴിക്കകത്ത് അകപ്പെട്ട എണ്ണ ചേർന്നുകൊണ്ടിരുന്ന 2 മൂർഖനതിഥികളെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെയും നന്ദി. നമസ്തേ.